ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോർമേക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ലെഡ് ബാറ്ററി എങ്ങനെ റീചാർജ് ചെയ്യാം. അതായത് ടോർച്ചിൻ്റെ അകത്തൊക്കെ കൂടുതലും ടോർച്ചുകൾ അതുപോലെ എമർജൻസിക്കകത്തൊക്കെ ഇത് കൂട്ട് ബാറ്ററികളുള്ളത്. ഇത് കേടായി പോയാൽ എങ്ങനെ ശരിയാക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ കൊടുക്കുക, അപ്പം അവരവിടുന്ന് മാറി ഒന്നെങ്കിൽ ബാറ്ററി ഇട്ടായിരിക്കും. ചിലപ്പോൾ നമ്മളത് നോക്കിയത് പഴയ ബാറ്ററി ആയിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഊരിയിട്ട് ഇതിൻ്റെ അകത്ത് ലെഡ് ആസിഡ് നിറയ്ക്കും. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിനി ഇത് തുറക്കണം. ഇതുണ്ടോ, ഇവിടെ തുറക്കാനുള്ളൊരു പാർട്ടുണ്ട്. ഇവിടെ നമുക്കിനി തുറക്കണം. തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട്. ഇത് റബ്ബർ പോലത്തെ ഒരു അടപ്പ. അത് രണ്ടെണ്ണം എടുത്ത് മാറ്റുക. മാറ്റിയതിന് ശേഷം ഇത് ബാറ്ററി ഏകദേശം അര ലിറ്ററിനാണോ 1 ലിറ്ററിനാണോ 40 രൂപ. ഒത്തിരി വിലയൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ഒരു സിറിഞ്ച് എടുക്കണം. സിറിഞ്ച് എടുത്തിട്ട് തുറന്ന് ഇത് നിറച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നിറയ്ക്കുക. ഇച്ചിരി കൂടിപ്പോയി, നമുക്ക് പയ്യെ വലിച്ചെടുക്കാം. ആ അടപ്പിൻ്റെ ലെവലിന് തൊട്ട് താഴെ എന്നാൽ മതി. അതുപോലെ തന്നെ അടുത്തത് നിറയ്ക്കുക. നിറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ പുറത്തൊക്കെ ചാടിക്കിടണ പയ്യങ്ങ് എടുത്ത് വലിച്ചു കളയുക, അല്ലെങ്കിൽ തുണി കൊണ്ട് തുടച്ച് കളഞ്ഞാലും മതി. സിറിഞ്ചുള്ളതുകൊണ്ട് വലിച്ചെടുക്കാനേ എളുപ്പം. ഓക്കെ, ഇനി ഇത് പഴയ പോലെ തന്നെ റബ്ബറും കൊണ്ടുള്ള അടപ്പം കൊണ്ട് അടയ്ക്കുക. അടച്ചിട്ട് ഈ മൂടി അടയ്ക്കുക. ഇനി ഇത് നമുക്ക് റീചാർജ് ചെയ്യണം. ഇനി റീചാർജ് ചെയ്യുന്ന സെറ്റപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റീചാർജ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ ഒരു മൈക്രോ USB പോർട്ടാണ്. ഇത് ഏകദേശം 5 രൂപ 10 രൂപ നിരക്കി നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഇതുപോലെ 2 ക്ലിപ്പ്, ഈ ബാറ്ററി കണക്ട് ചെയ്യുന്ന ക്ലിപ്പാണ്. ഇനി നമുക്കിതെങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതിനായി ഇത് ഊരുക. എന്നിട്ട് ഈ റെഡ് വയറ് ഇതിൻ്റെ ബാക്കിലെ കുഞ്ഞു ഹോളിൽ കൂടെ ഞാൻ കയറ്റി വരണം. എന്നിട്ട് ഇതിങ്ങനെ കയറ്റി വെച്ചാൽ ഇവിടെ ടൈറ്റ് ആയിട്ടിരുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഇത് ഊരുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പോസിറ്റീവ് ഇവിടെ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലേക്ക് ഇതും കണക്ട് ചെയ്യുക. ഇതിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യുക. രണ്ടും കൂട്ടിമുട്ടായി നോക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വലിയ ക്ലിപ്പ് ഉള്ളായിരുന്നു. ചെറിയ ക്ലിപ്പ് എടുക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഇനി ഇത് നമ്മുടെ സാധാ മൊബൈൽ ചാർജറിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിനി ചാർജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ചാർജ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചാർജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്പീഡ് നേരത്തെ ഇരട്ടി സ്പീഡുണ്ട്. ഇപ്പം 15 മിനിറ്റ് ചാർജ് ചെയ്തു. ശരിക്കും അരമണിക്കൂറെങ്കിലും ഇത് നന്നായി ചാർജ് കയറാൻ നന്നായിട്ടിരിക്കണം. നേരത്തെക്കാളും സ്പീഡിലാണ് കറങ്ങുന്നത്. ക്യാമറ കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാം. ബട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ക്യാമറമാൻ അദ്വൈതിനോടൊപ്പം ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്.